ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല. ഞാൻ മൂന്നൂര് പള്ളിയിൽ പെരുന്നാൾക്ക് പോയതാട്ടോ. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അവിടെ ഒരു 14 പന്തലുണ്ട്. അപ്പോൾ അതാണ് ആദ്യത്തെ പന്തൽ. പിന്നെ കണ്ടതാണ് രണ്ടാമത്തെ പന്തൽ. കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാണാനായിട്ട് നല്ല രസം കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് മൂന്നൂര് പെരുന്നാൾ കാണാൻ പോണത് തന്നെ. അപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ടിട്ട് 14ഓളം പന്തലുകൾ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ഇത്രയും പേരുത്ത് പന്തലുകളുള്ള ഒരു പള്ളിപ്പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ വേറെ ഇല്ലാന്ന് തോന്നുന്നു. അപ്പം എല്ലാം കാണാനും ഒന്നിനൊന്നും തന്നെ മികച്ചു തന്നെയായിരുന്നു. കാരണം വെച്ചാൽ രസമായിരുന്നു എല്ലാം കാണാനായിട്ട് കൂടുതലും. പിന്നെ ഞങ്ങൾ എത്തിപ്പെട്ടത് പള്ളിയിലേക്കായിരുന്നു. പള്ളിയിലായാലും കുഴപ്പമില്ല, നല്ല രീതിക്ക് തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. പിന്നെ പള്ളിയുടെ തൊട്ടപ്പുറത്ത് ഒരു പന്തലും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ അതിന് അത് കഴിഞ്ഞ് കോടാലി വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പള്ളിയിൽ തന്നെ നിന്നത്. പിന്നെ എന്തുകൊണ്ടാണെന്നറിയില്ല, ഓരോരോ സെറ്റുകളും കാര്യങ്ങളൊക്കെ കയറി തുടങ്ങുമ്പോഴും ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നെങ്കിലും അവർ പറഞ്ഞു ഇത്രയധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ഓരോരോ സെറ്റുകൾ കയറി തുടങ്ങി കേട്ടോ. അപ്പോൾ 27-50 സെറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുട്ടി കയറുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ച് നിന്നേ. പക്ഷെ ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴും കുറേ സെറ്റുകൾ വന്നിട്ട് കൊട്ടാണ്ടാണ് കയറി പോയത്. അത്രയും നിറച്ച് ക്രൗഡായിരുന്നു ആൾക്കാരുടെ. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ബാൻഡ് സെറ്റ് എന്ന് പറഞ്ഞ സംഭവം ആസ്വദിക്കാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷെ ആ പരിപാടിയൊന്നും നടന്നില്ല കേട്ടോ. പിന്നെ പള്ളിയിലത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കണ്ടു തന്നെ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ലൊരു ലൈറ്റ് വർക്ക് തന്നെയായിരുന്നു. അപ്പോൾ അവിടെ കോടായിലുള്ള ഒരു രാഗം എന്ന് പറഞ്ഞ ടീം തന്നെയാണ് ലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ലേസർ വർക്കും കാര്യങ്ങളും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസം തന്നെയായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോരാന്ന് വെച്ച് നിന്നപ്പോഴാണ് പിന്നെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് ഒരു കുഞ്ഞു വെടിക്കെട്ട് എന്നാണെങ്കിൽ പറയാം. ഇപ്പോൾ സംഭവമൊക്കെ കളറായിരുന്നു കേട്ടോ മൊത്തം പെരുന്നാൾ. അപ്പോൾ രസമായിരുന്നു കാണാനായിട്ട് മൊത്തത്തിൽ. അപ്പോൾ ഓക്കെ ബൈ. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ, സീ യു, ടാറ്റാ.